നമസ്കാരം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷമായിരുന്നോ? ലീവ് കഴിഞ്ഞ് ഉടനെ വന്നതല്ലേ? അച്ഛനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അധികം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, ശരിയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കോവിഡിൻ്റെ നമ്മുടെ വാക്യം പറയുന്ന പോലെ ജാഗ്രത മതി, ഭീതി വേണ്ട. ഓക്കെ, കേൾക്കാവോ? യെസ്, മൈക്ക് യൂസ് ചെയ്യണോ? ബാക്കിൽ കേൾക്കുന്നുണ്ടോ എന്നെ? ഓക്കെ ആണോ? കുറച്ചുകൂടെ വേണം, കുറച്ചുകൂടെ വോളിയം വേണം. ശരി ശരി, ഓക്കെ. അപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റാണ്. എൻ്റെ പേര് ജിന്നു സാറ ജോർജ്. ഇവിടെ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അച്ഛൻ ഇപ്പോൾ സൈബർ സ്പേസിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. സൈബർ ലോകത്തുള്ള കുറ്റകൃത്യങ്ങൾ, അതിന് ഡീൽ ചെയ്യുന്ന നിയമങ്ങൾ, നിയമത്തിൽ തരുന്ന സംരക്ഷണങ്ങൾ, അതാണ് ഇന്ന് ഞാൻ എൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എല്ലാവരും മെസ്സേജും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നവരല്ലേ? ഇല്ലേ? വീഡിയോസും കാണാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ ഹോൾ എൻറ്റയർ ലൈഫ് ഇപ്പോൾ ഓൺലൈനിലാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മൾ കടയിൽ പോക്കൊക്കെ കുറവാണ്. ഇപ്പം എല്ലാം ഓൺലൈനിൽ, മറ്റേ ബ്ലിങ്കിറ്റ് ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, അങ്ങനെയുള്ള പല പല മാധ്യമങ്ങളുണ്ട് ഇന്ന്, അല്ലേ? ഇപ്പോൾ ഏതൊരു വ്യക്തി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ സൈബർ ലോ അല്ലെങ്കിൽ സൈബർ നിയമം ആർക്കൊക്കെയാണ് അത് ബാധകമാകുന്നതെന്ന് അറിയാവോ? ആർക്കൊക്കെ ആയിരിക്കാം? നിങ്ങൾക്ക് ബാധകമാണോ സൈബർ നിയമം? അതെ, ആരൊക്കെയാണോ നമ്മൾ ഒരു ഡിജിറ്റൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത്, അത് പ്രകാരം നമ്മൾ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സ്വയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവർക്കൊക്കെ സൈബർ നിയമം ബാധകമാണ്. ഓക്കെ, അപ്പോൾ അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അല്ലാത്ത പക്ഷം അതിൻ്റെ അടിയിൽ അതൊരു ഒഫൻസ് ആണ്, അതിന് പണിഷബിൾ ആണ്, കുറ്റകൃത്യമാണ്, അതിന് നിയമസാധ്യതകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എവിടെ നമ്മുടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ്. ഇപ്പം നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, ഒരു സൈബർ കുറ്റകൃത്യത്തിന് നിങ്ങൾ ഇരയായെങ്കിൽ നിങ്ങൾക്ക് നിയമ സാധ്യതകളുണ്ട്, നിയമത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ബാധകമാണോ, ഇന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഉപകാരപ്പെടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉവ്വ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് സൈബർ നിയമങ്ങൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി എന്തിനാണ് ഈ സൈബർ നിയമങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തിനായിരിക്കാം? എന്തോ കേട്ടില്ല, ഓർക്ക പറ. പാലിക്കാൻ. അത് നല്ലൊരു ആൻസർ ആണ്. പാലിക്കൽ മാത്രമല്ല അതിൻ്റെ കൂടെ ഉള്ളത്, സംരക്ഷണവും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് സൈബർ ക്രൈംസിന് എന്തെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അതായത് സൈബർ നിയമങ്ങൾ വഴി നമുക്ക് അവകാശങ്ങളുണ്ട്. അപ്പം അവകാശങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സംരക്ഷണമാണ്. ഒരു സൈബർ ക്രൈം നടന്നു, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ഫോട്ടോ ആരെങ്കിലും ലീക്ക് ചെയ്തു, ആരെങ്കിലും വേറൊരു രീതിയിൽ ഡീപ്പ് ഫേക്ക് എന്താണെന്നറിയാലോ? അറിയാവോ? അതായത് AI വഴി ഡീപ്പ് ഫേക്ക് ചെയ്ത് അതൊരു മറ്റ് മോശമായ രീതിയിലുള്ള ഒരു ഫോട്ടോസ് ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കുക, അതൊരു സൈബർ കുറ്റകൃത്യമാണ്, ഇല്ലേ? നമ്മുടെ പെർമിഷൻ ഇല്ലാതെയാണ് നമ്മുടെ ഫോട്ടോ അങ്ങനെ അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള മെസ്സേജുകൾ, ഫോട്ടോസുകൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് നിയമസംരക്ഷണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുക. എൻ്റെ അവകാശം എന്താണോ, ആ പ്രൊട്ടക്ഷൻ എന്താണോ, അത് ഞാൻ സ്വീകരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് നമുക്ക് ഇന്ന് സൈബർ നിയമങ്ങൾ ഉള്ളത്. അത് നമ്മൾ ഉപയോഗിക്കണം. അതാണ് അതിലും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ സൈബർ നിയമം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ കറക്റ്റ് സമയത്തിന് അത് ഉപയോഗിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മളാണ് അതിന് ട്രോമറ്റൈസ്ഡ് ആയി പോകുന്നത്, നമ്മുടെയാണ് അവകാശങ്ങൾ ഇല്ലാണ്ടായി പോകുന്നത്, നമ്മളാണ് ആ വിഷമങ്ങൾ സഹിക്കേണ്ടി വരുന്നത്, ഇല്ലേ? വേറൊരാൾ എന്തെങ്കിലും നമ്മൾ ചെയ്തതിന് നമ്മളത് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ തെറ്റ് കാരണമല്ല. ആകെ നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മളൊരു സൈബർ സ്പേസിലേക്ക് കയറി ചെന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും മറ്റൊരാൾ തെറ്റ് ചെയ്തതിൽ നമ്മുടെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിയമസാധ്യതകൾ ഒന്ന് അന്വേഷിക്കണം, അതനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്സ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സൈബർ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി
എന്തൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ? എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കുറ്റകൃത്യങ്ങളൊന്ന് പറയാവോ? എന്തൊക്കെയായിരിക്കാം? ഹാക്കിങ്. ശരി. ഈ ഹാക്കിങ് വഴിയും എന്തൊക്കെ നടക്കുന്നുണ്ട്? കേട്ടില്ല, ഉറക്കെ പറ. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു മാറ്റുന്നുണ്ട് ഇല്ലേ? ഇനി ഇതുവഴി എന്തൊക്കെയാണ് നടക്കുന്നത്? ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഗവൺമെന്റിന്റെയും അതുപോലെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവരുടെയൊക്കെ മെസ്സേജും വീഡിയോസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ അറസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങൾക്കൊരു വാട്സാപ്പ് കോള് വരുന്നു, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. അത് വീഡിയോ കോൾ ആയിട്ടാണ് വരുന്നത്, വോയിസ് കോൾ പോലും അല്ല. നിങ്ങളുടെ നമ്പർ ഇന്ന ആവശ്യത്തിലേക്ക്, ഇന്ന തെറ്റായ ആവശ്യത്തിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇന്നു മുതൽ ഈ സമയം മുതൽ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, എവിടെയും പോകാൻ പാടില്ല, ഇനി നിങ്ങളുടെ പേരിലുള്ള കേസ് ഇല്ലാണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണം, ഗവൺമെന്റിലേക്ക് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിജിറ്റൽ കോൾ നടത്തുന്നു. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല, ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് അറിയുക, അതൊരു ഫ്രോഡാണ്. അപ്പം തന്നെ കോൾ കട്ട് ചെയ്യുക. എന്താ പിന്നെ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കോൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? പോലീസിൽ അറിയിക്കണം. പോലീസിനെ അറിയിക്കുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യണം? വീട്ടിൽ അറിയിക്കണം, നിങ്ങളുടെ പേരൻസിനെ അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത്, ചിലപ്പോൾ നിങ്ങൾ പുറത്തായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നതോ അന്നേരം ഒക്കെ ആയിരിക്കും ഈ കോൾ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആരാണോ നിങ്ങളുടെ നിയറസ്റ്റ് അഡൽട്ട്, ആ വ്യക്തിയോട് പറയാ. ഏറ്റവും നല്ലത് അന്നേരം ടീച്ചറിനോട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോട് പറയുന്നതായിരിക്കും. ഇനി വീട്ടിലാണെങ്കിൽ പേരൻസിനോട് പറയാം, അച്ഛനോട് പറയാം, അമ്മയോട് പറയാം, അല്ലെങ്കിൽ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ഒക്കെ പറയാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പോലീസിലേക്ക് ചെല്ലുക, അവരോട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ അവർ അതിനുള്ള സ്റ്റെപ്സും എടുക്കും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സൈബർ കുറ്റകൃത്യമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാവാ? കേട്ടില്ല, മനസ്സിലായില്ലായിരുന്നു. ബ്ലാക്ക് മെയിലിംഗ്. അതെ, അതായത് നമ്മുടെ ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ആ ഫോട്ടോസ് ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് ഒരു ആണുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലുണ്ട്, പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല, ഞാനത് സീക്രട്ട് ആക്കി വെച്ചിരിക്കുക, സമയമാകുമ്പോൾ പറയാം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുക. അപ്പൊ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ഫോട്ടോസ് ഉണ്ടാവാം എൻ്റെ ഫോണിൽ. ഓക്കെ, അത് ഹാക്ക് ചെയ്യപ്പെട്ടു. നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് വരിക. ഇതെല്ലാം ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആണ്, സൈബർ ക്രൈംസ് ആണ്. ഓക്കെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്തെങ്കിലും ആവശ്യത്തിലേക്ക് വേണ്ടി, ഇതൊക്കെ സൈബർ ക്രൈമിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, പിന്നെ നേരത്തെ അച്ഛൻ പറഞ്ഞു പബ്ജി ഇല്ലേ, ഗെയിം കളിക്കുന്നവർ. പബ്ജി മാത്രമല്ല, ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഫ്രീ ഗെയിംസ് കിട്ടും. നിങ്ങൾക്ക് ഇന്ന ലെവൽസ് വരെ ചെല്ലാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര രൂപ പ്രൈസ് മണി ആയിട്ട് കിട്ടും എന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫ്രീ ലിങ്ക്സ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അത്തരത്തിലുള്ള വെബ്സൈറ്റിൽ കൂടെ കിട്ടുന്നത്. അതും ഇതേപോലെ ഫിനാൻഷ്യൽ ഫ്രോഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡേറ്റിംഗ് ആപ്പ്. ആരെങ്കിലും ഡേറ്റിംഗ് ആപ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് വഴി ഇപ്പോൾ റീസെൻ്റ്ലി 2023 ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ ഡേറ്റിംഗ് ആപ്പിൽ ജോയിൻ ചെയ്തു. ആ പയ്യനെ ഇതേപോലെ കുറച്ച് പേര് കൂടിയിട്ട് പറ്റിക്കലായിരുന്നു ചെയ്തിരുന്നത്. ഇതേപോലെ അപ്പുറത്തെ ഉള്ളത് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആണുങ്ങളായിരുന്നു ശരിക്കും അത്. അവർ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടത്തി. നിങ്ങൾ ഇത്ര രൂപ തന്നില്ലെങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പിലുള്ള ചാറ്റ് മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരുന്നല്ലോ, അതെല്ലാം ലീക്കാക്കും, ഓൺലൈൻ മീഡിയയിലൊക്കെ കാണിക്കും എന്നും പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. ആ കുട്ടി അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു, പോലീസ് അറിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റി പോലീസിന്, താങ്ക്ഫുള്ളി. അങ്ങനെ 14 പേരെ അറസ്റ്റ് ചെയ്തു. ആ ഒരു ഡേറ്റിംഗ് ആപ്പിൻ്റെ ഫ്രോഡ് വഴി അങ്ങനെ അത്രയും പേരെ ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ തന്നെ നടന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ വാട്സാപ്പ് വഴി നേരത്തെ അച്ഛൻ പറയേണ്ടായിരുന്നു, വോയിസ് മാറ്റിയിട്ടുള്ള ഫോൺ കോൾസ് വരുന്നത്. അത് ആർക്കെങ്കിലും അതേപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും കേസ് നടന്നിട്ടുണ്ടോ? ഓക്കെ,
അതായത് ഫോണിൽ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ശബ്ദം ഉപയോഗിച്ച് വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശ് തട്ടാനുള്ള കുറേ സ്കാംസുകൾ നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, അതിന് മുന്നേയും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, 2022 ആദ്യത്തെ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഇതേപോലെ ഒരു 74 വയസ്സുള്ള ഒരു സിറ്റിസൺ ആയിരുന്നു, ഒരു പ്രായമുള്ള ഒരു അങ്കിള്. ആ അങ്കിളിൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നു ഒരു ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. അതും ഇതേപോലെ എനിക്ക് 40,000 രൂപയുടെ ആവശ്യമുണ്ട്, ഇന്ന അക്കൗണ്ടിലേക്കൊന്ന് അയച്ചു തരാമോ, അത്യാവശ്യമാണ് എന്ന് സുഹൃത്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ എന്താ, എൻ്റെ സുഹൃത്തല്ലേ വിളിച്ചത്, അതും വാട്സാപ്പിൽ എൻ്റെ കയ്യിലുള്ള നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. പുള്ളി അപ്പം തന്നെ അയച്ചു കൊടുത്തു. പക്ഷെ പിന്നീട് അതൊരു ഫ്രോഡാണ്. അദ്ദേഹം തന്നെ തിരിച്ച് അന്വേഷിച്ചു, എന്താ അതിൻ്റെ പുറകെ നടന്നു. അങ്ങനെയാണ് മനസ്സിലായത് അതൊരു ഫിനാൻഷ്യൽ തട്ടിപ്പായിരുന്നു എന്നുള്ളത്. അതും ഇതേപോലെ തന്നെ അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ നമ്മുടെ വോയിസ് കോൾ വഴിയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കേസ്. അതും ഇതേപോലെ തന്നെ ആളെ കണ്ടുപിടിച്ചു, അറസ്റ്റ് ചെയ്തു കേരള പോലീസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള പല തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ്സും തട്ടിപ്പുകളും ഒക്കെ നമ്മുടെ സൈബറിൽ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അറിയാൻ വയ്യാത്ത സൈറ്റ്സ്, ചില സൈറ്റുകളുടെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കുറേ ഒരു HT അങ്ങനെ കുറച്ച് ലൈക്ക് ഫെമിലിയർ അല്ലാത്ത കുറച്ച് ലിങ്ക്സ് ഉള്ളത് കാണാൻ പറ്റും. അതുപോലത്തെ ഉള്ള ലിങ്ക്സ് എന്തെങ്കിലും നിങ്ങളുടെ മെസ്സേജ്, അതായത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചിലപ്പോൾ വരും. ഓഫേഴ്സ് ആയിരിക്കാം, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അനുകൂലമായി അപ്രൂവൽ ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 40,000 രൂപയുടെ ലോൺ സാങ്ഷൻ ആയിരിക്കുന്നു, ഇന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യൂ, അങ്ങനത്തെ ഉള്ള എല്ലാ മെസ്സേജുകളും വരുന്നുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫ്രോഡ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, കാരണം ഒരു ബാങ്കും നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് ഈ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ ലോണൊന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുക, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അവർ അത് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ തരുള്ളൂ. അല്ലാതെ ആരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോൺ തരാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ഒന്നും ഫ്രീ അല്ല. വായുവൊക്കെ ഫ്രീ ആയിരിക്കാം, ഇപ്പോൾ അതും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ട് ചില സ്ഥലത്ത്. പക്ഷേ അതല്ലാതെ ഏത് കൊമേഴ്സ് ആവശ്യത്തിലേക്കാണെങ്കിലും ഒന്നും ഫ്രീ അല്ല. നിങ്ങൾക്ക് ഫ്രീ ഇൻ്റർനെറ്റ് തരാം, ഫ്രീ ഗെയിം ലിങ്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിച്ചോ, അത് ഉള്ളതല്ല, അത് സത്യസന്ധമല്ല, അതൊരു ഫ്രോഡിൻ്റെ ഭാഗമാണ്. ഓക്കെ, അതിലൊന്നും പോയി പെടാതെ നമ്മളെ തന്നെ സേഫാക്കി നിർത്തുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ചൈൽഡ് പോണോഗ്രഫി, അതായത് അശ്ലീലതമായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ള പോണോഗ്രഫി ഇപ്പോൾ കൂടുതലാണ്. നേരത്തെയും ഉണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. അതും ഈ പറഞ്ഞ പോലെ ചൈൽഡ് പോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നതും കുറ്റകൃത്യമാണ്. അതൊരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ 18 വയസ്സായിട്ടുണ്ടോ? ഇല്ല, അതിലും താഴെയല്ലേ എല്ലാവരും? ഇല്ലേ? നിങ്ങളും ഒരു കുറ്റകൃത്യം ചെയ്യുവാണെങ്കിൽ, ഇതുപോലത്തെ ഉള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും കേസ് വരാം. ഓക്കെ, അതും മനസ്സിലാക്കണം. ശരിയാണ്, അത് മുതിർന്നവരെ പോലെ ആയിരിക്കില്ല കേസ് നടത്തുന്നത്. നമുക്കൊരു ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ജുവനൈൽ കോടതി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജുവനൈൽ, എല്ലാവരും ഇങ്ങനെ ജുവനൈൽ ജയിലിൽ നിന്നൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? സോ അങ്ങനെയുള്ള ഷെൽട്ടർ ഹോംസ്, അങ്ങനെയുള്ള കെയർ ഹോംസിലേക്കൊക്കെ നമ്മൾ, അതായത് ഈ ബോർഡ്, ജുവനൈൽ ബോർഡ്, അവർ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജുവനൈൽസ് ആയത് കാരണം അങ്ങോട്ടേക്ക് വിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളെ റീഹാബ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇതുപോലത്തെ ഉള്ള സൈബർ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ സേഫ് ആയിട്ടിരിക്കണം. ഓക്കെ, അതുപോലെ എല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ? എല്ലാവരും ചെയ്യുന്നതാ. നമ്മൾ റീൽസ് ഒക്കെ കാണുമല്ലോ. റീൽസ് കാണുന്നതിൻ്റെ അടിയിൽ നമ്മൾ സ്ഥിരം കാണുന്ന കമൻസ് നോക്കുന്ന പരിപാടി ഇല്ലേ? ഒരുപാട് നമ്മൾ കമൻസ്, ഭയങ്കര ഹേറ്റഡ് ആയിട്ടുള്ള കമൻസ് കാണാറുണ്ട്. ഇതെന്താ ഇത്രയും വിദ്വേഷകരമായിട്ടുള്ള കമൻറ്റ് ഇട്ടേക്കുന്നതെന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്കും എന്നാൽ അതിനൊരു റിപ്ലൈ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് അതിനേക്കാളും ഭീകരമായിട്ടുള്ള നല്ല തെറി വെച്ചുകൊണ്ടുള്ള ചിലപ്പോൾ കമൻസ് ഒക്കെ ഇടും. അത് ഓക്കെ ആണോ? അതും ഓക്കെ അല്ല. നിങ്ങൾ അശ്ലീലമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കമൻസ് ഇടുക, വേറൊരാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാളുടെ മതം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിദ്വേഷപരമായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റ് ഇടുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അത് ചെയ്യുവാണെങ്കിൽ പോലും കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് നിൽക്കും.
ഓക്കെ, അപ്പം നമ്മൾ അതുപോലത്തെ ഉള്ള മെസ്സേജുകളോ കമൻറ്റുകളോ ഒന്നും ഷെയർ ചെയ്യാതെ, കണ്ടന്റുകൾ അങ്ങനത്തേതൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ നല്ല കണ്ടന്റ് ഇടുക, നല്ല പ്ലസന്റ് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ് ഇടുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടാവരുത് ഒരു കണ്ടന്റും. ആരുടെയും ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു നാടിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആവരുത്. എല്ലാം ഇൻഫർമേഷൻ, അതായത് എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ, എൻ്റെ കയ്യിലുള്ള ഒരു വിവരം, അത് ഞാൻ മറ്റൊരാളിലേക്ക് കൊടുക്കുന്നു. അതായിരിക്കണം നമ്മൾ ഏതൊരു കണ്ടന്റിൻ്റെ ഉദ്ദേശം. അല്ലാതെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ ഹരാസ് ചെയ്യുന്ന രീതിയിലോ ഒന്നും ആവരുത്. ഓക്കെ, അതെന്ത് ചെറിയ കമൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പം ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് വരുക, ഞാനിപ്പോൾ ഇവിടെ എന്താ മോൻ്റെ പേര്? അമൻ. ഓക്കെ, അമനെ കണ്ടിട്ട് ഞാൻ പറയുവാണ്, ഉദാഹരണം ആട്ടോ, ഞാൻ പറയാണ്, ഇവൻ പഠിക്കില്ല, പോക്ക് കേസാ. പഠിക്കുന്നതാണോ? നന്നായിട്ട് പഠിക്കൂലേ? ഓക്കെ, ഇവൻ നന്നാവൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു അമൻ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ കമൻ്റ് ഇടുക താഴെ. എനിക്കതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അത് ആ കണ്ടന്റുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? ഒന്നുമില്ല. അപ്പം ഞാൻ എന്തിനാ അങ്ങനെ ഒരു കമൻറ്റ് അമനെ കുറിച്ച് പറയണം? അതിൻ്റെ ആവശ്യമില്ല, ഇല്ലേ? അത് അമനെ വിഷമിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കമൻറ്റും നമ്മൾ ഇടാൻ പാടില്ല. അത് എത്ര ചെറിയ കമൻ്റ് ആണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡിഫമേഷൻ കേസ് വരാം. ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, അത് പ്രചരിപ്പിക്കുവാണെങ്കിൽ അതിനെയാണ് ഡിഫമേഷൻ എന്ന് പറയുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസുകൾ വരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നിയമത്തിൻ്റെ ഉള്ളിലുള്ള സംരക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് കേസ് കൊടുക്കാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അതേപോലെ തന്നെ തിരിച്ചുമാകാം എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രവൃത്തി എപ്പോഴും നന്നായിരിക്കണം. ഓക്കെ, യെസ്. ഇനി ഇങ്ങനത്തെ ഉള്ള നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് നമ്മുടെ സംരക്ഷണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അതായത് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് BNS എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. കേട്ട് കാണോ? BNS എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ഭാരതീയ ന്യായ സംഹിത 2023 വന്ന നിയമമാണ്. ഓക്കെ, പണ്ട് നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ഇല്ല, അത് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ BNS ആയി. ഭാരതീയ ന്യായ സംഹിത 2023 വന്ന നിയമമാണ്. സോ ആ നിയമപ്രകാരം നിങ്ങൾക്ക് സംരക്ഷണങ്ങളുണ്ട്. അതായത് ഇതുപോലത്തെ ഉള്ള കണ്ടന്റുകൾ പ്രചരിപ്പിക്കുവാണെങ്കിൽ അതിനെതിരായിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വന്നൊരു നിയമമാണ്. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവകാശങ്ങൾ തരുന്നുണ്ട്. ഇതുപോലത്തെ ഉള്ള എന്ത് ഒഫൻസ് നടന്നാലും പോലീസിനെ നിങ്ങൾക്ക് സമീപിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പോലീസ് എന്നിട്ട് കേസെടുത്ത് അത് അന്വേഷണം നടത്തും, ആളെ കണ്ടുപിടിക്കാനുള്ളത് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ സൈബർ സ്പേസ് ആയത് കാരണം തന്നെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. വരും. യെസ്, സൈബർ സ്പേസ് ആയത് കാരണം തന്നെ ഇതിൻ്റെ പരിമിതികളും കുറച്ച് ഉണ്ട്. അതായത് ആൾക്കാരെ കണ്ടുപിടിക്കുക, ബിക്കോസ് പല ഡൊമെയിനിൽ നിന്നിട്ടായിരിക്കും ഈ സൈബർ ഹാക്കേഴ്സും എല്ലാം പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അവരുടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാണിക്കുന്നത് ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യയിൽ ഒരു സ്പേസ് ആണെങ്കിൽ, പക്ഷെ ആക്ച്വലി അത് ചിലപ്പോൾ ചൈനയിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലൊക്കേഷൻ എക്സാക്റ്റ് ആയിരിക്കണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കെതിരായിട്ട് നടന്നിട്ടുള്ള ആ ഒഫൻസ് അത് നിർത്തലാക്കി വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ കണ്ടന്റ് എന്തെങ്കിലും, അതായത് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ലീക്കായി അത് പബ്ലിക് ഡൊമൈൻ അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ കണ്ടന്റ് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് എവിടേക്ക് ആ കണ്ടന്റ് അവൈലബിൾ ആണോ, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അത് അവൈലബിൾ ആണോ, ആ കണ്ടന്റ് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സൈബർ പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ മിണ്ടാതിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിയറസ്റ്റ് അഡൽട്ട് ആരാണോ, അതായത് വീട്ടിലാണെങ്കിൽ വീട്ടുകാരോട് പറയാം, അച്ഛനോടോ അമ്മയോടോ പറയാം, ആരാണോ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരോട് പറയാം, നിങ്ങളുടെ ടീച്ചേഴ്സിനോടും പറയാം, നിങ്ങളുടെ പ്രിൻസിപ്പളിനോട് പറയാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറാൻ പറ്റും. ഓക്കെ, നമുക്ക് സൈബർ സെൽസ് ഉണ്ട്. കേരള പോലീസിൻ്റെ അടിയിൽ തന്നെ നമുക്ക് സൈബർ സെൽസ് അവൈലബിൾ ആണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താണ് സംഭവിച്ചതെന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞും കൊടുക്കണം.
ഓക്കെ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമസംരക്ഷണങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇതെനിക്ക് പറ്റിയല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞ് റൂമിനകത്ത് ഇരിക്കരുത്. കരഞ്ഞു തീർക്കാനുള്ളതല്ല ഇത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ അവകാശമാണ് നമ്മുടെ സൈബർ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കണ്ടന്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പ്രൈവസി, എൻ്റെ സ്വകാര്യത അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ അവകാശമാണ്. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ പോട്ടെ, എന്തായാലും പറ്റിപ്പോയി, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കരുത്. നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അറിയിക്കുക, അതുവഴി പോലീസിനെയും അറിയിക്കുക. ഇനി അച്ഛനോ അമ്മയോ പറയുവാണ് സാരല്ല പോട്ടെ ഇതൊക്കെ പറ്റിയത് പറ്റി എന്ന് പറയുവാണെങ്കിൽ അവിടെയും നിർത്തരുത്. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കുക. ഇനി അവരും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു നമ്പറിൽ വിളിക്കാൻ പറ്റും. അറിയാവോ, നിങ്ങൾക്ക് ഉള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് കേരള പോലീസിന്റെ, അറിയാവോ? സൈബറിന് വേണ്ടിയിട്ട് കേരള പോലീസിന്റെ നമ്പർ അറിയാവോ? എത്രയാ? കേട്ടില്ല, ഓർക്ക പറ. 100ഓ? 100 നേരത്തെ ആയിരുന്നു, 112 ആണ്. 112. ഓക്കെ, 100 എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ആണ്, ആംബുലൻസ് 101. ഓക്കെ, സോ കേരള പോലീസിന്റെ കൺട്രോൾ റൂമിന്റെ നമ്പറാണ് 112. അതിലേക്ക് വിളിക്കാം. ഇനി അതല്ലെങ്കിൽ സൈബറിന് വേണ്ടിയിട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതായത് 1930 ആ നമ്പറിലേക്കും വിളിച്ച് പറയാനാണ്. സോ ഈ നമ്പർ എപ്പോഴും ഓർത്തിരിക്കുക, 1930 1930 ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ഓക്കെ, ആരും നിങ്ങളുടെ അടുത്തുള്ള അഡൾട്ട്സ് ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. ഓക്കെ, ആരും വിളിക്കാതിരിക്കരുത്. അയ്യോ എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊന്നും വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഇത്രയെല്ലാം അവകാശങ്ങളുണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, യെസ്. അതുപോലെ ചിലപ്പോൾ നമ്മൾ മോസ്റ്റ്ലി അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. കേരള പോലീസിൻ്റെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ ഹണ്ട് എന്നും പറഞ്ഞിട്ട്, ഹണ്ട് എന്നും പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻ റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് അവർ 263 പേരെ അറസ്റ്റ് ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട്. അതായത് സിംഗിൾ ഡേ ക്രാക്ക് ഡൗൺ ചെയ്യുമായിരുന്നു കേരള പോലീസ് ചെയ്തിരുന്നത്. അതായത് ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തുന്നവരെ ട്രാക്ക് ചെയ്ത്, അത് ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് ചെയ്തെടുത്തതാണ്. ഒരുപാട് നാൾ അത് ട്രാക്ക് ചെയ്ത് എവിടേക്കാണ് ആർക്കൊക്കെയാണ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കുന്നതെന്ന് നോക്കി അവരുടെ പാറ്റേൺ മനസ്സിലാക്കി കേരള പോലീസ് ഒറ്റൊരു ദിവസം കൊണ്ട് 263 ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അവർ റെയ്ഡ് നടത്തി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് നമ്മുടെ കേരള പോലീസ്. സോ അതുകൊണ്ട് നമ്മളും അവരെ യൂട്ടിലൈസ് ചെയ്യണം, അവരുടെ ഹെൽപ്പ് നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ നിയമങ്ങൾ വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നങ്ങളാണ് അധികവും ഉള്ളത്. സേഫായിട്ടിരിക്കുക, അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരിക്കലും ഡൗൺ ആയി പോകരുത്. എന്തെങ്കിലും ഇത്തരത്തിലുള്ള സൈബർ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ആവശ്യമുള്ളത്. അത് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ പോലെ അടുത്ത ആളിലേക്ക് പാസ് ഓൺ ചെയ്യുക. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അറിയിക്കുക, ഇങ്ങനൊരു പ്രശ്നം പറ്റി, നിങ്ങൾക്കിത് പറ്റരുത് എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ അറിയിക്കുക. അല്ലാതെ അയ്യോ ഇത് നാണക്കേടാണ് എന്ന് വിചാരിച്ചൊരിക്കലും മിണ്ടാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ നിയമ സംരക്ഷണങ്ങളെല്ലാം എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിയമത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത് സൈബർ ലോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.